അഗ്നിതാണ്ഡവം. നന്ദ മുഖം കുനിച്ചാണ് നിൽപ്പ്. അഗ്നി അവളുടെ അടുത്തേക്ക് ഓരോ ചൂട് വെക്കുന്നതനുസരിച്ച് അവൾ അനന്തന്റെ പിന്നിലേക്ക് ഒളിച്ചുകൊണ്ടേയിരുന്നു. അഗ്നി നടന്നു വന്ന് നന്ദയെ കൈത്തുടയിൽ പിടിച്ചുകൊണ്ട് അനന്തന്റെ പിന്നിൽ നിന്നും വലിച്ച് മുന്നിലേക്ക് നീക്കി നിർത്തി. മുഖത്ത് നോക്ക് നന്ദ. കുനിച്ചു പിടിച്ചു നിൽക്കുന്ന നന്ദയുടെ മുഖത്തേക്ക് നോക്കിയാണ് അഗ്നി അത് പറഞ്ഞത്. അവന്റെ ദേഷ്യം ഇരച്ചു കയറി. അവന്റെ നോട്ടത്തെ നേരിടാനാകാത്തതുപോലെ അവളുടെ ശിരസ് വീണ്ടും താഴ്ന്നു. അഗ്നിയോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ നന്ദ ഇങ്ങനൊരു കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത് ആരോഹിക്ക് ഒട്ടും പിടിച്ചില്ല. ആരോഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നന്ദ മെല്ലെ മുഖം ഉയർത്തി. അവളുടെ ചുണ്ടിൽ അവന് മാത്രം കാണാൻ കഴിയുന്ന ഒരു പരിഹാസ ചിരി വിടർന്നു. അഗ്നിയുടെ കൈകൾ അവളുടെ കൈത്തുടയിൽ അമർന്നു. വേദന കൊണ്ട് നന്ദയുടെ നെറ്റി ചുളിഞ്ഞെങ്കിലും തീരുമാനം മാറ്റില്ലെന്നതുപോലെ നന്ദയുടെ കണ്ണുകൾ അത്രയും തീഷ്ണതയോടെ അവനെ നോക്കി. ദേവേട്ടൻ ദേവേട്ടൻ എന്നെ ഒഴിവാക്കാൻ നോക്കുവാണോ? ആരൊക്കെ എതിർത്താലും എന്നെ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടിപ്പോ ഇപ്പൊ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാണോ? നന്ദ അത് പറഞ്ഞു നിർത്തിയതും അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന അഗ്നിയുടെ കൈകൾ അവളിൽ നിന്നകന്നു. അഗ്നി, എന്തൊക്കെയാ കേൾക്കുന്നത്? നിങ്ങൾ തമ്മിൽ? ബാക്കി പറയാൻ കഴിയാത്തതുപോലെ അംബിക പാതിയെ നിർത്തി. മുത്തശ്ശി, ഇവൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇവളെ കൊണ്ട് പറയിപ്പിക്കാം ഇവളീ പറഞ്ഞത് നുണയാണെന്ന്. അഗ്നി പറയുന്ന കേട്ടതും നന്ദിയുടെ മുഖഭാവം മാറി. അത് നിങ്ങൾ രണ്ടുപേരും മാത്രം പരസ്പരം തീരുമാനിച്ചാൽ മതിയോ? അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ യാതൊരു അവകാശവുമില്ലേ? ലക്ഷ്മിയായിരുന്നത്. തീർച്ചയായും ഉണ്ടപ്പച്ചി. അഗ്നി അവൻ്റെ ഭാഗം പറഞ്ഞു. എങ്കിൽ കേട്ടോളൂ, ഈ നിൽക്കുന്ന നന്ദയെ എന്തായാലും അഗ്നിക്ക് തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനുണ്ട്, ഹരൻ. അവനുമായി ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഇവളുടെ സ്റ്റഡീസ് കഴിഞ്ഞ് മാരേജ് ഫിക്സ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ലക്ഷ്മി പറഞ്ഞു കേട്ട കാര്യങ്ങൾ നന്ദയ്ക്കും പുതിയ അറിവായിരുന്നു. അവളുടെ മുഖം കോപത്താൽ ചുവന്നു. അത് അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നന്ദ ലക്ഷ്മിയെ നോക്കി. തൽക്കാലം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനും നിന്റെ അച്ഛനുമാണ്. നന്ദയ്ക്ക് തല പുകഞ്ഞു. എന്നാൽ എല്ലാവരും കേൾക്കാൻ തന്നെ പറയുവാണ്, ഈ നിൽക്കുന്ന ദേവേട്ടനെ അല്ലാതെ മറ്റാരെയെങ്കിലും എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നൊരാളും എന്നെ ജീവനോട് കാണില്ല. അതും പറഞ്ഞ് നന്ദ വേഗം മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. അഗ്നി അവളുടെ പിന്നാലെ ചെന്നെങ്കിലും അതിനു മുൻപ് നന്ദ കതക് വലിച്ചടച്ചു. ആ സമയം അവൾക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നന്ദയ്ക്കും വലിയ നിശ്ചയമില്ലായിരുന്നു. വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചത്. ഇനിയിപ്പോൾ തുടങ്ങി വെച്ചത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ദേവേട്ടനെ വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി ആലോചിക്കാൻ കൂടെ വയ്യ. ഒരു നിമിഷം ഹരനെ ഓർത്തപ്പോൾ ശരിക്കും മരിച്ചു കളയാൻ തന്നെ സ്വയം തോന്നി. രണ്ടായാലും ഇനി മുന്നോട്ടുള്ള ജീവിതം അത്ര സുഖകരമാവില്ലെന്ന് അവൾക്ക് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ. അതേസമയം പുറത്തെ വാതിലിൽ തട്ടുന്നവരുടെ എണ്ണം കൂടി. കരഞ്ഞുകൊണ്ടുള്ള മുത്തശ്ശിയുടെ സ്വരം. നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോളെ നന്ദേ, നീ വാതിൽ തുറക്ക്. നീ ആഗ്രഹിച്ച പോലെ അഗ്നിയുമായുള്ള വിവാഹം മുത്തശ്ശി നടത്തിത്തരും. അംബികയുടെ ആ വാക്കുകൾ വല്ലാത്തൊരു നടുക്കമാണ് പുറത്തുനിന്ന് അഗ്നിയിലും സൃഷ്ടിച്ചിരുന്നു. അതിനേക്കാളേറെ ആ തീരുമാനം ലക്ഷ്മിയെ ചൊടിപ്പിച്ചു. പക്ഷേ അഗ്നിയുടെ അമ്മ ഫാമയ്ക്ക് മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു അത് കേട്ടപ്പോൾ. കുറേ നേരമായിട്ടും അവൾ വാതിൽ തുറക്കാതെ നിൽക്കുന്നത് കണ്ടതും ഓരോ മുഖങ്ങളിലും ഭയത്തിൻ്റെ ആക്കം കൂടി. അവസാനം രണ്ടും കൽപ്പിച്ച് നന്ദ വാതിൽ തുറന്നു. ആ ഉലഞ്ഞുള്ള നന്ദയുടെ നിൽപ്പും മറ്റും ഭാവവുമെല്ലാം എല്ലാവരിലും പേടി നിറച്ചു, ലക്ഷ്മിയിലടക്കം. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. മോൾ അവിവേകം ഒന്നും കാണിക്കരുത്. അംബിക അത് പറഞ്ഞതും നന്ദ ഒന്ന് തലകുലുക്കി. അതിനേക്കാളേറെ അഗ്നിയെ നോക്കാൻ അവൾക്ക് ഭയം തോന്നി. അഗ്നിയുടെ കണ്ണുകളിലെ ആ ഭാവം ഇപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ നന്ദയ്ക്ക് ഊഹിക്കാം. ഒരുവിധം എല്ലാവരും പിരിഞ്ഞുപോയതും ആരോഹി ഓടി മുറിയിലേക്ക് കയറി.
നിനക്ക് സമാധാനായോ നന്ദ? എൻ്റെ ഏട്ടൻ്റെ ലൈഫ് സ്പോയിലാക്കിയപ്പോൾ? ആരോഹിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായതിനാൽ നന്ദ ഒന്ന് പതറി. നീ എന്താരും ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. നന്ദ അവളുടെ ഭാഗം പറഞ്ഞു നിർത്തിയിട്ട് വിടാൻ ഇല്ലാത്തതുപോലെ ആരോഹി തുടർന്നു. പിന്നെ നിന്റെ ഏട്ടനൊരു പുണ്യാളൻ. അങ്ങേരെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്തില്ലേ? എന്നിട്ട് നിന്റെ ഏട്ടൻ എന്നോട് ചെയ്തതോ? നടന്നതെല്ലാം നേരെ എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ആ തോന്നിയാസം നടക്കുന്നവനെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ, അതിനെപ്പറ്റി നീ എന്താ ആലോചിക്കാത്തത്? നിന്റെ ഏട്ടൻ ഒരാളുടെ എടുത്തുചാട്ടം കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് നശിച്ചത്. നിനക്കതിനെപ്പറ്റി യാതൊന്നും പറയാനില്ലേ? ആരോഗ്യോട് അത് അത്രയും പറഞ്ഞപ്പോൾ നന്ദയും ഒന്ന് വിങ്ങിപ്പോയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ദിനങ്ങളായിരുന്നു അവൾക്ക്. ആരോഗ്യം അവളോട് മിണ്ടിയിട്ടും 2 ദിവസങ്ങൾ പിന്നിട്ടു. ജീവനാണ് അവർ രണ്ടുപേർക്കും ഇടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞത്. അന്നേ ദിവസം വൈകുന്നേരം റൂമിൻ്റെ ജനലഴികളിൽ പിടിച്ച് തെക്കേപ്പറമ്പിലേക്ക് നോക്കി നിൽക്കുകയാണ് നന്ദ. അവളുടെ മനസ്സിലൂടെ എണ്ണമല്ലാത്തത്ര ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നിറഞ്ഞു വരുന്ന കണ്ണീർ തുള്ളികളെ അലസമായി തോളിൽ കിടന്ന ധാവണിത്തുമ്പിൽ ഒപ്പിയെടുക്കുന്നുണ്ടവൾ. പെട്ടെന്ന് റൂമിൻ്റെ കതക് ആരോ ഉള്ളിൽ നിന്ന് കുറ്റിയിടുന്ന ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. പിന്നിലൊരു കള്ളച്ചിരിയുമായി അഗ്നി. ദേവേട്ടൻ എന്താ ഇവിടെ? പുറത്തു പോ പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ എന്തിനു പുറത്തു പോകണം? ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാ. 2 ദിവസം നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? നീ എന്താ താഴേക്കൊന്നും വരാതിരുന്ന്? ദേവേട്ടനെ പേടിയാണോ? അഗ്നി മുന്നോട്ട് വരുന്നതനുസരിച്ച് പിന്നോട്ട് നോക്കുന്ന നന്ദയെ നോക്കിയാണ് അവനത് ചോദിച്ചത്. ഒടുക്കം ഇനി പിന്നോട്ട് പോകാൻ ഇടമില്ലാത്തതുപോലെ ഭിത്തിയിൽ തട്ടിയവൾ നിന്നതും അഗ്നിയുടെ ദേഹം നന്ദയുടെ ഉടലിനോട് ചേർന്നു. നന്ദ മിഴികൾ ഇറുക്കി അടച്ചു. ഏറെ നേരത്തിനിപ്പുറം അവനിൽ നിന്നൊരു പ്രതികരണം ഒന്നും ഉണ്ടാകാതെ വന്നപ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്ന് നോക്കി. നന്ദയുടെ നേരെ കൈ കെട്ടി നിൽക്കുവാണ് അഗ്നി. നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ? എന്ത് പ്രതീക്ഷിക്കാൻ? അല്ലേ തന്നെ നിങ്ങളെ കാണുന്നത് എനിക്ക് അറപ്പാ. അങ്ങേറ്റം വെറുപ്പാണ്. നെറ്റി ചൊളിച്ച് ദേഷ്യം നിറഞ്ഞ മുഖത്തോടെയായിരുന്നു നന്ദ അത് പറഞ്ഞത്. അപ്പോഴെനിക്കോ നിന്നോളം ഞാൻ ഈ ഭൂമിയിൽ വെറുക്കുന്ന മറ്റൊന്നുമില്ല. നീ ഒരുങ്ങിയിരുന്നു എൻ്റെ താലി ഏറ്റുവാങ്ങാൻ. അതിനുശേഷം നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവിപ്പിക്കും ഞാൻ. നീ അറിയും ഈ അഗ്നിദേവ് ആരാണെന്ന്. അറിയിപ്പിച്ച് തരും. അതും പറഞ്ഞ് വാതിലും വലിച്ചു തുറന്ന് അവൻ പുറത്തേക്ക് പോയി. സ്വന്തം കല്യാണത്തെക്കുറിച്ച് 100,000 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവൾ ഒടുക്കം ഒട്ടും ആഗ്രഹിക്കാത്തൊരു താലി, പ്രാർത്ഥനയോടെ, നാണത്തോടെ, അങ്ങേയറ്റം പ്രണയത്തോടെ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന താലി ഗതികേടുകൊണ്ട് മാത്രം ഏറ്റുവാങ്ങിയവൾ. അതും അമ്പലപ്പാട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങ്. ആളുകൾ എല്ലാവരും അന്ന് തന്നെ മടങ്ങിപ്പോയിരുന്നു. അന്ന് വൈകിട്ട് തന്നെ ചെറിയൊരു ട്രോളി ബാഗുമായി താഴേക്ക് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ കണ്ടതും നന്ദയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. അമ്മ എങ്ങോട്ടാ? ഞാൻ മടങ്ങിപ്പോന്നു. എനിക്കവിടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. എന്തായാലും നീ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നിനക്ക് കിട്ടിയല്ലോ. ഇനി നീയൊന്ന് ജീവിച്ച് കാണിക്ക്. പ്രാകുന്നത് പോലെയുള്ള ലക്ഷ്മിയുടെ ആ സംസാരത്തിൽ നന്ദ പകച്ചുപോയിരുന്നു. നന്ദ മാത്രമല്ല, അത് കേട്ട് നിന്നവരും. ഈ വിവാഹത്തിനോട് എത്രയൊക്കെ എതിർപ്പുണ്ടായാലും ലക്ഷ്മി ആ പറഞ്ഞതിനോട് യോജിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങനെയൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിച്ചാൽ എങ്ങനാ? ഇനി എന്തെല്ലാം കിടക്കുന്നു നിനക്ക്? എന്നും ഇങ്ങനെ കരയാനേ നേരമുള്ളോ? ഇത്ര പെട്ടെന്ന് തളർന്നു പോയോ നീ? നന്ദയുടെ തോളി പിടിച്ചുകൊണ്ട് അഗ്നി അത് പറയുമ്പോൾ ഏതോ കാട്ടുമൃഗത്തിൻ്റെ മുരളിച്ച പോലെയാണ് നന്ദയ്ക്ക് തോന്നിയത്. നന്ദ അഗ്നിയെ ഒന്ന് തറപ്പിച്ചു നോക്കി. വൈകുന്നേരം നന്ദയുടെ കയ്യിലേക്ക് പാല് നിറച്ച ഗ്ലാസ് ഏൽപ്പിക്കുമ്പോൾ, ഫാമ,
എല്ലാരെയും പോലെ ഫാമും ഏൽപ്പിക്കുകയാണ് ഫാമ. എല്ലാരെയും പോലെ ഫാമമ്മയ്ക്കും എന്നോട് ദേഷ്യ. എത്ര ചോദിക്കണ്ടെന്ന് വെച്ചിട്ടും ആ ചോദ്യം നന്ദയുടെ വായിൽ നിന്നും അറിയാതെ വീണുപോയി. എനിക്കാരോടും ദേഷ്യമൊന്നും ഇല്ല ഊട്ടി. പക്ഷേ നീ അഗ്നിയെ ഇത്ര നാളും പ്രണയിച്ചു എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ. നിങ്ങൾക്ക് പരസ്പരം പ്രണയമുള്ളതായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. സാരല്ല, ഇനിയിപ്പോൾ എല്ലാം പതിയെ ശരിയാകും. അങ്ങനെ വിശ്വസിക്കാനല്ലേ നമുക്കിപ്പോൾ പറ്റൂ. ഫാമ നന്ദയുടെ മുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു. നിർവികാരമായ മനസ്സോടെ പാൽ ഗ്ലാസുമായി അവൾ മുകളിലേക്ക് കയറി. അഗ്നി ആ സമയം മുറിയിലുണ്ടായിരുന്നില്ല. പാല് ഗ്ലാസ് ആ മേശപ്പുറത്ത് വെച്ച് അവൾ കട്ടിലിൻ്റെ ഒരോരം ചേർന്ന് കിടന്നു. അഗ്നി വരും മുമ്പ് എങ്ങനെയെങ്കിലും ഉറങ്ങണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. അവനെ ഇനി ഫേസ് ചെയ്യാൻ അവൾക്ക് മടി തോന്നി. എല്ലാം സംഭവിച്ചത് അപ്പോൾ തോന്നിയൊരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്താണ്. ആ സംഭവത്തിന് ശേഷം ആരോഹിയും നന്ദയും തമ്മിൽ സംസാരിച്ചിട്ടില്ല. അവൾക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. റൂമിലേക്ക് വരുന്ന അഗ്നിയുടെ കാൽപ്പെരുമാറ്റം കേട്ടതും അവൾ ഉറക്കം നടിച്ചു കിടന്നു. ആഹാ, ദേവേട്ടൻ്റെ നന്ദക്കുട്ടി ഇത്ര വേഗം കിടന്നോ? നന്ദേ, നന്ദേ. അല്പം കൊഴിഞ്ഞുപോയ അഗ്നിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവൻ കുടിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും കണ്ണു തുറക്കാതെ കിടന്നവൾ. നന്ദയുടെ അഭിനയമാണിതെന്ന് അഗ്നി മനസ്സിലാക്കിയതും അവനൊന്നും ചിന്തിക്കാതെ അവളുടെ അരിലേക്ക് ചേർന്ന് അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. പരിചിതമായ അവൻ്റെ മണം അവളെ പൊതിഞ്ഞു. ഷോക്കടിച്ചതുപോലെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇരു കൈകളും അവൻ്റെ നെഞ്ചിലൂന്നി സർവശക്തിയുമെടുത്ത് അവനെ തള്ളി പിന്നോട്ട് മാറ്റാൻ ശ്രമിച്ച നന്ദ അമ്പയെ പരാജയപ്പെട്ടു പോയി. പിന്നീട് ഒന്നും ചിന്തിക്കാതെ അഗ്നിയുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി ആഞ്ഞൊന്ന് കടിച്ചു വിട്ടു. അഗ്നിയുടെ കൈ ചെറുതായെന്ന് അയഞ്ഞ നിമിഷം തന്നെ അവൾ ഉരുണ്ടുപിരണ്ട് കട്ടിലിൽ നിന്ന് വേഗം എഴുന്നേറ്റു. നെഞ്ചിൽ നിന്ന് ഊർന്നു പോയ ധാവണിത്തുമ്പെടുത്ത് ഇടുപ്പിലേക്ക് കുത്തി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കും പോലെ നിന്നു. നന്ദയുടെ പ്രതീക്ഷ തെറ്റിക്കാതെ പിന്നാലെ അവനും ചെന്നു. ദേവേട്ട പ്ലീസ്, ഞാൻ എല്ലാം പറയാം. അത് പറയുമ്പോൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു നന്ദ. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. നീ ഒരുത്തി കാരണം ഇല്ലാണ്ടായിപ്പോയത് ഞങ്ങൾ രണ്ടുപേരുടെ സ്വപ്നങ്ങളാണ്. എന്നെ വിശ്വസിച്ച്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ ഒരു ജീവിതം സ്വപ്നം കണ്ടിരുന്നവളോട് ഞാനിനി എന്തു പറയൂടി? അഗ്നിയുടെ നാവിൽ നിന്നും അങ്ങനൊരു സംസാരം കേട്ടതും അടി കൊണ്ടതുപോലെ അവൾ നിന്നു. ഞാൻ ഞാൻ എന്തൊക്കെയോ പറയാൻ പരാജയപ്പെട്ടു പോയവൾ പൊടുന്നനെ മുഖം പൊത്തി ഒരൊറ്റ കരച്ചിലായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നന്ദ കരച്ചിൽ നിർത്തി. എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം നിങ്ങൾ ഒരാളാണ്. ഞാൻ എത്ര സമാധാനത്തോടെ ജീവിച്ചതാണ്. നിങ്ങൾ പറയാതെ എങ്ങനെ എൻ്റെ അമ്മ അറിഞ്ഞു ഞാനിവിടെ കോളേജിൽ തല്ലുണ്ടാക്കിയ കാര്യം? നിങ്ങൾ കള്ളു കുടിക്കുന്ന വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയെന്ന് മനസ്സിലാക്കിയ നിമിഷം നിങ്ങളതെല്ലാം എൻ്റെ വീട്ടിൽ അറിയിച്ചു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇത്രയും നഷ്ടങ്ങളുണ്ടായോ? ആ രാത്രി എങ്ങനെയൊക്കെയോ കടന്നുപോയി. പിറ്റേന്ന് പുലർച്ചെ കരഞ്ഞു വീർത്ത കൺപോളകളുമായിട്ടാണ് നന്ദ എഴുന്നേറ്റത്. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം തുറന്നിട്ട ബാൽക്കണി വഴി നേർത്ത തണുപ്പ് റൂമിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ഇരുട്ട് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഇനിയും പുലരാൻ മടിച്ചു നിൽക്കുന്ന പ്രകൃതിയെ നോക്കി അവൾ നിൽക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഒരു കൈവന്ന് അവളെ പുണർന്നത്. ഞെട്ടി പിന്മാറും മുൻപ് അഗ്നിയുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. കാതോരം അവൻ്റെ ശ്വാസച്ചൂട് ആ തുണിപ്പിലും അവളെ വെട്ടിവിയർത്തു. തള്ളിമാറ്റാനാവുന്നത്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈകളുടെ മുറുക്കം കൂടിക്കൊണ്ടിരുന്നു. എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നന്ദ തല വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ആഴ്ന്നു. കഴുത്തിടുക്കിൽ അനുഭവപ്പെട്ട ഉമിനീരിൻ്റെ ചൂടും ചലിക്കാൻ മറന്നതുപോലെ നന്ദ നിന്നു. അമ്മയെ നലറി വിളിച്ചു. നേർത്തൊരു തേങ്ങൽ പുറത്തു വന്നു. ബന്ധപ്പെട്ട് കണ്ണു നുറുക്കാൻ ശ്രമിച്ചു. അവളുടെ കൈ പോയത് കഴുത്തിലേക്കാണ്. ബാൽക്കണിയിലെ സോഫയിൽ എപ്പോൾ വന്നിരുന്നുവെന്ന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അകത്തൊരുവൻ സുഖ ഉറക്കത്തിലുമാണ്. ഇത്തിരി മുൻപ് കണ്ടുമറന്നത് ഒരു സ്വപ്നമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ അവൾക്ക് അല്പസമയം വേണ്ടി വന്നു. അവൻ ഉണരും മുന്നേ തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി
അവൾ മുൻപ് കിടന്ന റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് കിടന്നപാടെ നന്ദ ഉറങ്ങി. അല്പം താമസിച്ചാണ് അവൾ എഴുന്നേറ്റത്. എഴുന്നേറ്റ് താഴെ ചെന്നപ്പോൾ തന്നെ മുത്തശ്ശി അവർ രണ്ടുപേരെയും ക്ഷേത്രത്തിലേക്ക് അയച്ചു. വാമയാണ് നന്ദയെ സാരി ഉടുപ്പിച്ചത്. അഗ്നിയുടെ ബുള്ളറ്റിൽ അവനോട് ചേർന്നിരുന്ന് ഒരു യാത്ര. അവളുടെ വിദൂര സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നില്ലായിരുന്നു. ക്ഷേത്രത്തിലെത്തിയവരെ കത്ത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരതിഥി അവിടെ ഉണ്ടായിരുന്നു. ദേവാ! അഗ്നിയെ കണ്ടതും നിറഞ്ഞ കണ്ണുകളുമായി ഒരുവൾ ഓടി. അവൻ്റെ അരികിലേക്ക് വന്നിട്ട് അവനെ ആഴത്തിൽ പുണർന്നു. കാര്യങ്ങളെല്ലാം നന്ദയ്ക്ക് മനസ്സിലായി വരാൻ അല്പസമയമെടുത്തു. അഗ്നി ഇന്നലെ പറഞ്ഞ പെൺകുട്ടി, അത് ഇവളായിരിക്കുമോ? നന്ദ മനസ്സിലോർത്തു. പിന്നെ പതിയെ അവരെ നോക്കാതെ നന്ദ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. നന്ദയ്ക്ക് കണ്ണുകൾ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ഒന്നും ചിന്തിക്കാതെ പകയുടെ പേരിലെടുത്ത തീരുമാനം എത്ര പേരെയാണ് വിഷമിപ്പിച്ചത്. ഈ പറയുന്ന തനിക്ക് പോലും ഈ തീരുമാനം കൊണ്ടൊരു സന്തോഷമില്ല. മുൻപ് എത്ര സന്തോഷത്തോടെ ജീവിച്ചതാണ് താൻ, നന്ദ മനസ്സിലോർത്തു. അവൾ തൊഴുതിറങ്ങി പിന്നെയും ഒരുപാട് നേരം കഴിഞ്ഞാണ് അഗ്നിയും ആ പെൺകുട്ടിയും തൊഴുതിറങ്ങി വന്നത്. ആ കാഴ്ച കാണാൻ കഴിയാത്തതുപോലെ നന്ദ മുഖം തിരിച്ചു നിന്നു. നന്ദയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി കുറ്റബോധം തോന്നിയ നിമിഷം അതായിരുന്നു. എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് കാരണമാകണമെന്ന് കരുതിയവൾ ഇന്നിതാ അവളെപ്പോലൊരു പെൺകുട്ടിയുടെ ജീവിതകാലം മുഴുവനുള്ള സങ്കടത്തിന് കാരണമായി മാറിയിരിക്കുന്നു. പോട്ട പാറു, നീ വിഷമിക്കാതെ. അഗ്നി ആ പെൺകുട്ടിയുടെ കൈപിടിച്ച് യാത്ര പറയുന്ന സമയത്താണ് നന്ദയുടെ മിഴികൾ അവരെ തേടിച്ചെന്നത്. പെട്ടെന്ന് അഗ്നിയെയും അവൻ പിടിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കൈകളിലേക്കും മാറി മാറി നോക്കിയ നന്ദയ്ക്ക് കണ്ണ് നിറഞ്ഞു വരും പോലെ തോന്നി. അമ്പലപ്പാട്ടെ കുടുംബക്ഷേത്രമായിരുന്നത്. അവനൊപ്പം ബുള്ളറ്റ് ചുറ്റി വന്നതുകൊണ്ട് അല്പദൂരം ഉണ്ടായിരുന്നു. ഇടവഴിയിൽ കൂടെ നടന്നാൽ നേരെ അമ്പലപ്പാട്ടെത്താൻ ആകെ 5 മിനിറ്റേ ഉള്ളൂ. ആരോഹിക്കും ജീവനും ഒപ്പം നന്ദ തൊഴാൻ വരുമ്പോൾ അവർ കൂടുതലും ആ ഇടവഴിയിലൂടെയാണ് വരാറ്. പിന്നെ ഒന്നും ചിന്തിക്കാതെ നന്ദ നേരെ ആ വഴിയിലൂടെ നടന്നു. എന്നും കളി പറഞ്ഞു പോകുന്ന വഴിയിലൂടെ തനിച്ചുള്ള ആ യാത്രയിൽ നന്ദയ്ക്ക് സ്വയം നഷ്ടമായതുപോലെ തോന്നി. ആരോഹിയും ജീവനും താനും ആ പഴയ സൗഹൃദം ഇനി ഒരിക്കലും ഉണ്ടാവില്ലേ എന്ന് പോലും അവൾ ചിന്തിച്ചു. അത്ര നേരവും പിടിച്ചുവെച്ച കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഉമ്മറത്ത് ആരും ഇല്ലാതിരുന്നതുകൊണ്ട് അവൾക്ക് നല്ല ആശ്വാസം തോന്നി. ആരോടും മറുപടി പറയണ്ടല്ലോ. നന്ദ നേരെ പോയത് അവളുടെ റൂമിലേക്കാണ്. സാരി ഉടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ആദ്യം അത് അവൾ വലിച്ചൂരി കട്ടിലേക്ക് എറിഞ്ഞു. ഭിത്തിയിൽ വലിയ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ടതും അല്പനേരം നോക്കി നിന്നുപോയി. 2 ദിവസം കൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങളാണ് തനിക്ക് സംഭവിച്ചത്. നെറ്റിയിലെ സിന്ദൂര ചുവപ്പും ബ്ലൗസിന് മുകളിലൂടി താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന ആലിലെ താലിയും. അതിൽ മിഴികളെത്തി നിന്നതും അവൾക്ക് സ്വയം നിന്ദ തോന്നി. മറ്റാരുടെയോ സ്വന്തമായിരുന്നതിനെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന രാക്ഷസിയെ പോലെ അവൾക്ക് സ്വന്തം പ്രതിബിംബം തോന്നി. അല്പനേരം അങ്ങനെ തന്നെ ഇരുന്നു പോയവൾ കുറച്ചു നേരം കഴിഞ്ഞ് കരഞ്ഞ് ചുവന്ന മുഖം കഴുകി ബാത്റൂമിൽ നിന്നവൾ ഇറങ്ങിയതും ഒരുവൻ കതക് തുറന്ന് അകത്തേക്ക് കയറിയത് ഒരുമിച്ചാണ്. അമ്പലത്തിൽ വെച്ച് പറയാതെ നന്ദ വീട്ടിലേക്ക് വന്നതിനെ ചോദ്യം ചെയ്യാനായി ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറി വന്ന അഗ്നി നന്ദയുടെ നിൽപ്പ് കണ്ടതും അറിയാതൊരു നിമിഷം അവളെ നോക്കി നിന്നുപോയി. വെള്ളം തട്ടി മുഖത്തേക്ക് ഒഴിച്ചതിൻ്റെ ഫലമായി മുഖവും കഴുത്തും ബ്ലൗസിൻ്റെ മുൻഭാഗവും അത്യാവശ്യം നന്നായി നനഞ്ഞിട്ടുണ്ട്. സിന്ദൂരരേഖയിൽ നിന്ന് പടർന്നിറങ്ങിയ ചുവപ്പ് നെറ്റിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അടിപ്പാവാടയും ബ്ലൗസും മാത്രമിട്ട് ഒരു മെഴുക് പ്രതിമ പോലെ നിൽക്കുന്നവളുടെ കാൺകെ അവൻ തലയൊന്നു വെട്ടിച്ചു. ധൃതിയിൽ നന്ദ ഓടിച്ചെന്ന് ബെഡിൽ അലക്ഷ്യമായി ഊരിയിട്ട സാരിയെടുത്ത് മാറോട് ചേർത്തു. വാതിൽ വലിച്ചടിച്ച് അവൻ പുറത്തേക്കിറങ്ങി. അന്നത്തെ ആ സംഭവത്തിനു ശേഷം നന്ദ അഗ്നിക്ക് തീരെ മുഖം കൊടുക്കാതായി. അവൾ തീർത്തും അവളിലേക്ക് മാത്രമായി ചുരുങ്ങി. കളി പറഞ്ഞ് വഴക്കുണ്ടാക്കി ബഹളം വെച്ച് നടക്കുന്ന നന്ദയുടെ നിഴൽ പോലും ഇല്ലാതെ തികച്ചും വ്യത്യസ്തമായൊരാൾ. നന്ദയുടെ ആ മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, അഗ്നിയും നന്ദയും വേറെ വേറെ മുറികളിലാണ് താമസിക്കുന്നത്. ജീവന്റെ അമ്മ ചന്ദ്രിക വഴി
മുത്തശ്ശി അംബിക അറിഞ്ഞു. അഗ്നിയുടെയും നന്ദയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 6 മാസങ്ങൾ പിന്നിട്ടു. ലക്ഷ്മി നന്ദയുമായി സംസാരിക്കാതായിട്ടും 6 മാസങ്ങളായിരുന്നു. എങ്കിലും അനന്തൻ്റെ ഫോൺ കോളുകളെല്ലാം നന്ദയെ തേടി എല്ലാ ദിവസവും എത്താറുണ്ട്. നന്ദയുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു അന്ന്. അവൾ ക്യാൻറ്റീനിലിരുന്ന് റിസൾട്ട് നോക്കുകയാണ്. പൊടുന്നനെ അവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കൺമുമ്പിൽ തെളിഞ്ഞു വന്നത് സത്യമാകരുതേ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും നോക്കി. 6 വിഷയങ്ങളിൽ എല്ലാത്തിനും മാർക്ക് കുറവ്. ഒരു വിഷയം 2 മാർക്ക് കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. തോൽവിയുടെ കയ്യൊപ്പ് ആദ്യമായി രുചിച്ചവൾ. ക്യാൻറ്റീനിൽ നിന്ന് പുറത്തിറങ്ങിയവൾ അധ്യാപകരെ അഭിമുഖീകരിക്കാനാവാതെ തല താഴ്ത്തി നിന്നു. നന്ദയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയത് ആരോഹിക്കും വലിയ സങ്കടമായി. ആരോഹി വന്ന് ഒന്ന് മിണ്ടാൻ ശ്രമിച്ചെങ്കിലും നന്ദ അവൾക്ക് മുഖം കൊടുത്തില്ല. പിന്നെ അധിക നേരം കോളേജിൽ നിൽക്കാതെ അവൾ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു. പക്ഷെ കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയവൾ 7 മണിയായിട്ടും വീട്ടിലെത്താത്തതിൽ പരിഭ്രമിച്ചിരിക്കുകയാണ്. അമ്പലപ്പാട്ടെ വീട്ടിലെ ഓരോരുത്തരും. അവളുടെ കൂട്ടുകാരെ ഓരോരുത്തരെയും ആരോഹിയും ജീവനും മാറി മാറി വിളിച്ചു. ഫലം കാണാതെ വന്നപ്പോൾ അഗ്നി വണ്ടിയുമെടുത്ത് അവൾ പോകാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും അന്വേഷിച്ചു. അവന് പേരറിയാത്തൊരു നൊമ്പരം ഉള്ളിൽ മുട്ടിടുന്നതുപോലെ തോന്നി. പിന്നെയും ഏറെ നേരത്തിന് ശേഷമാണ് അവൾ വീട്ടിലെത്തിയത്. ആകെ തളർന്നു കുഴിഞ്ഞ് നന്ദ അവശയായി. നന്ദ എവിടെയായിരുന്നു ഇത്രയും സമയം? അഗ്നിയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവനെ വെറുതെ നോക്കി നിന്നതേ ഉള്ളവൾ. ഞാൻ നിന്നോടാ ചോദിച്ചത്. അഗ്നിയുടെ സ്വരം വീണ്ടും ഉയർന്നു. ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ? നിങ്ങളാരാ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ? എനിക്ക് തോന്നിയ പോലെ ഞാൻ നടക്കും. വേണേൽ ഇനിയും ഞാൻ ഇതുപോലെ താമസിച്ചു വരും. ചിലപ്പോൾ വരാതെ ഇരിക്കും. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എൻ്റെ ആരാ? ഓരോ വാചകങ്ങളും അഗ്നിക്ക് നേരെ തൊടുത്തുവിടുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ നിന്റെ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോടി നിനക്ക് മനസ്സിലാക്കാൻ? വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ അവനും ഒപ്പത്തിനൊപ്പം നിന്നു. അമ്പലപ്പാട്ടെ ഓരോരുത്തരും അവരുടെ തർക്കത്തിന് സാക്ഷിയായി. ഓ, പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ ഭർത്താവാണല്ലോ. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചു വാങ്ങിയ താലി ഈ നിൽക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. ഇവിടെ നിൽക്കുന്ന അഗ്നിദേവനോട് യാതൊരു തരത്തിലുള്ള പ്രണയവും ഈ അളകനന്ദയ്ക്കുണ്ടായിരുന്നില്ല. മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ എനിക്ക് ഇയാളെ ഇഷ്ടമായിരുന്നെന്ന്. നന്ദ അത് പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ആ കുറ്റസമ്മതത്തിൽ എല്ലാവരും പകച്ചുപോയി. അതുപോലെ അഗ്നിയും. കാര്യം അവന് കാരണങ്ങളെല്ലാം അറിയാമെങ്കിലും അവളതിങ്ങനെ പബ്ലിക്കായി പറഞ്ഞു കഴിയുമെന്ന് അഗ്നിയും പ്രതീക്ഷിച്ചില്ല. നന്ദേ, നീ എന്തൊക്കെയാ പറയുന്നേ? വാ, റൂമിൽ പോകാം. ആരോഹി വന്ന് നന്ദയുടെ കൈ പിടിച്ചതും ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു കളഞ്ഞതാണ് നന്ദ. നിനക്കറിയായിരുന്നല്ലോ. നിനക്കാണല്ലോ ഏറ്റവും കൂടുതൽ പരാതിയും. ഞാൻ നിന്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞെന്നും പറഞ്ഞ്. നിന്നെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടതല്ലേ? എന്നിട്ട് നീ എന്നോട് 6 മാസക്കാലം നീ എന്നോട് മിണ്ടാതെ നടന്നു. ആരുമില്ലാതെ, അച്ഛനില്ലാതെ, അമ്മയില്ലാതെ, ആരുമില്ലാതെ ഞാൻ. അഗ്നിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. നന്ദേ ആരോഗ്യം തമ്മിൽ മിണ്ടുന്നില്ലെന്നുള്ളത്. കണ്ണ് നിറഞ്ഞത് കാരണം ബാക്കി പറയാനാവാതെ നന്ദ അങ്ങനെ തിന്നു. പിന്നെ തുടർന്നു. എൻ്റെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാവാൻ ഞാൻ വാശി പിടിച്ച് നേടിയ ഈ താലിയാണ്. ചിലപ്പോൾ എന്നെപ്പോലെ മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീര് വീണതുകൊണ്ടാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി അഗ്നിദേവിനെയും ഈ താലിയും നന്ദയ്ക്ക് വേണ്ട. കഴുത്തിൽ കിടന്ന താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചവളുടെ മുഖത്തേക്ക് അഗ്നിയുടെ കൈ പതിയാൻ അധികം നേരം വേണ്ടി വന്നില്ല. കിട്ടിയ അടിയുടെ ആഘാതമോ അതോ ഉച്ച മുതൽ അനുഭവിച്ച മാനസിക സംഘർഷത്തിൻ്റെ ഫലമോ എന്തെന്നറിയില്ല. നിമിഷ നേരം കൊണ്ട് തന്നെ നന്ദ അഗ്നിയുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീണിരുന്നു. തുടരും.